ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. അടുത്തിടെ നടന്ന പല PSC പരീക്ഷകൾക്കും മുഖ്യമന്ത്രിമാരെ കുറിച്ചും ഗവർണർമാരെ കുറിച്ചും ഒക്കെ ചോദിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഓരോ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ആരാണെന്നും ഗവർണർ ആരാണെന്നും പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദമാൻ ദ്യൂ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നേരത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. ദാദ്ര ആൻഡ് നഗർ ഹവേലിയും ദമാൻ ദ്യൂവും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. 2020 ജനുവരി 26-ന് ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒന്നിച്ച് അതിനെ സംയോജിപ്പിച്ചു. ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി സംയോജിപ്പിച്ചു ദാദ്ര ആൻഡ് നഗർ ഹവേലിയും ദമാൻ ദ്യൂവിനെയും. അപ്പോൾ ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി 2020 ജനുവരി 26-ന് സംയോജിപ്പിച്ചു. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ നേരത്തെ സംസ്ഥാനമായിരുന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി 2019 ഒക്ടോബർ 31-ന് നീക്കം ചെയ്തു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി 2019 ഒക്ടോബർ 31-ന് നീക്കം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഉൾപ്പെട്ടതായിരുന്നു നേരത്തെ ലഡാക്ക്. ഈ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലി ദമാൻ ദ്യൂ, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ്, ഡൽഹി, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 28 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണ്? 8. ഇനി ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഗവർണർമാരെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ. അരുണാചൽ പ്രദേശ് രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20-നാണ്. 1987 ഫെബ്രുവരി 20-ന് അരുണാചൽ പ്രദേശ് രൂപീകൃതമായി. കൈവല്യ ത്രിവിക്രംബർ നായിക് ആണ് ഗവർണർ. അപ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഗവർണർ ആരാണ്? കൈവല്യ ത്രിവിക്രംബർ നായിക് ആണ് അരുണാചൽ പ്രദേശ് ഗവർണർ. അരുണാചൽ പ്രദേശ് രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20-നാണ്. ക്യാപിറ്റൽ ഇറ്റാനഗർ, മുഖ്യമന്ത്രി പേമ ഖണ്ഡു, ഗവർണർ കൈവല്യ ത്രിവിക്രം പർനായിക്. അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. 1956 നവംബർ 1-ന് ആന്ധ്രാപ്രദേശ് രൂപീകൃതമായി. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ. ഗവർണർ എസ് അബ്ദുൾ നാസർ ആണ് ആന്ധ്രാപ്രദേശ് ഗവർണർ. അപ്പോൾ ആന്ധ്രാപ്രദേശ് രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലാണ് അമരാവതി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശിന്റെ ഗവർണറാണ് എസ് അബ്ദുൾ നാസർ. അടുത്തത് അസമാണ്. അസമിന്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അസം മുഖ്യമന്ത്രിയാണ്. അസമിന്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ. അസമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ദിസ്പൂർ ആണ്. അസം ഗവർണറാണ് ഗുലാബ് ചന്ദ് കഠാരിയാണ് അസമിന്റെ ഗവർണർ. 1950 ജനുവരി 26-നാണ് അസം രൂപീകൃതമായത്. അപ്പോൾ അസം രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. അസമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ദിസ്പൂർ ആണ്. അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസം ഗവർണർ ഗുലാബ് ചന്ദ് കഠാരിയ. അടുത്ത ബീഹാർ ആണ്. ബീഹാറിന്റെ
മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ബീഹാർ രൂപീകൃതമായത് 1912 മാർച്ച് 22-നാണ്. ബീഹാറിന് സംസ്ഥാന പദവി ലഭിച്ചത് 1950 ജനുവരി 26-നാണ്. ബീഹാർ രൂപീകൃതമായത് 1912 മാർച്ച് 22-നാണ്. ബീഹാറിന്റെ ക്യാപിറ്റലാണ് പാറ്റ്ന. ബീഹാറിന്റെ ക്യാപിറ്റൽ പാറ്റ്നയാണ്. ബീഹാർ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ബീഹാർ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. ബീഹാർ രൂപീകൃതമായത് 1912 മാർച്ച് 22-നാണ്. ബീഹാറിന്റെ ക്യാപിറ്റലാണ് പാറ്റ്ന. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിന്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ ആണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായ്. ഛത്തീസ്ഗഡ് രൂപീകൃതമായത് 2000 നവംബർ 1-നാണ് ഛത്തീസ്ഗഡ് രൂപീകൃതമായത്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റലാണ് റായ്പൂർ. ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ. ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് ഛത്തീസ്ഗഡ് ഗവർണർ. അപ്പോൾ റായ്പൂർ ആണ് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ. 2000 നവംബർ 1-ന് രൂപീകൃതമായി. വിഷ്ണുദേവ് സായി ആണ് മുഖ്യമന്ത്രി. അടുത്ത ഗോവ. ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി. ഗോവയുടെ ക്യാപിറ്റൽ ഏതാണ്? പനാജി. ഗോവ രൂപീകൃതമായത് 1987 മെയ് 30-നാണ് ഗോവ രൂപീകൃതമായത്. പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി. ഗോവ മുഖ്യമന്ത്രി ആരാണ്? പ്രമോദ് സാവന്ത്. PS ശ്രീധരപിള്ളയാണ് ഗോവ ഗവർണർ. ഗോവ ഗവർണർ ആരാണ്? PS ശ്രീധരപിള്ള. അപ്പോൾ 1987 മെയ് 30-ന് ഗോവ രൂപീകൃതമായി. ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. ഗോവയുടെ മുഖ്യമന്ത്രി ആരാണ്? പ്രമോദ് സാവന്ത്. ഗോവ ഗവർണർ PS ശ്രീധരപിള്ള. അടുത്ത ഗുജറാത്ത് ആണ്. ഗുജറാത്ത് രൂപീകൃതമായത് 1960 മെയ് 1-നാണ്. ഗുജറാത്ത് രൂപീകൃതമായതെന്നാണ്? 1960 മെയ് 1-നാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ ഗവർണർ ആചാര്യ ദേവവ്രത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ. 1960 മെയ് 1-ന് ഗുജറാത്ത് രൂപീകൃതമായി. ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലാണ്. ഗുജറാത്തിന്റെ ഗവർണറാണ് ആചാര്യ ദേവവ്രത്. ഹരിയാന രൂപീകൃതമായത് 1966 നവംബർ 1-നാണ്. 1966 നവംബർ 1-ന് ഹരിയാന രൂപീകൃതമായി. ഹരിയാനയുടെ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. മുഖ്യമന്ത്രി നൈബ് സിംഗ് സൈനിയാണ്. ബന്ധാരു ദത്താത്രേയ ഗവർണർ. ഹരിയാന ഗവർണർ ആരാണ്? ബന്ധാരു ദത്താത്രേയാണ്. ചണ്ഡീഗഡ് ആണ് ക്യാപിറ്റൽ. 1966 നവംബർ 1-ന് രൂപീകൃതമായി. നൈബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാണ്. ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 28 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണ്? 8. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു. 1987 ഫെബ്രുവരി 20-ന് അരുണാചൽ പ്രദേശ് രൂപീകൃതമായി. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇറ്റാനഗർ. കൈവല്യ ത്രിവിക്രംബർ നായക് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? അരുണാചൽ പ്രദേശിന്റെ ഗവർണറാണ്. എസ് അബ്ദുൽ നാസർ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ആന്ധ്രാപ്രദേശിന്റെ ഗവർണറാണ്. ആന്ധ്രാപ്രദേശ് രൂപീകൃതമായതെന്നാണ്? 1956 നവംബർ 1-ന്. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ അമരാവതി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ഗുലാബ് ചന്ദ് കടാരിയ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? അസമിന്റെ ഗവർണറാണ് ഗുലാബ് ചന്ദ് കടാരിയ. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിന്റെ മുഖ്യമന്ത്രി. ദിസ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? അസമിന്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ. അസം രൂപീകൃതമായത് 1950 ജനുവരി 26. നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ബീഹാറിന്റെ ക്യാപിറ്റൽ ഏത്? പാറ്റ്ന. രാജേന്ദ്ര അർലേക്കർ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ബീഹാർ ഗവർണറാണ്. നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? ബീഹാർ മുഖ്യമന്ത്രിയാണ്.
2000 നവംബർ 1 രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? റായ്പൂർ. ബിശ്വഭൂഷൺ ഹരിചന്ദൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഛത്തീസ്ഗഡിന്റെ ഗവർണറാണ്. വിഷ്ണുദേവ് സായിയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പനാജി ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി. ഗോവ രൂപീകൃതമായതെന്നാണ്? 1987 മെയ് 30 ഗോവ രൂപീകൃതമായി. ഗോവയുടെ മുഖ്യമന്ത്രി ആരാണ്? പ്രമോദ് സാവന്താണ്. ഗോവ ഗവർണർ ആര്? PS ശ്രീധരപിള്ള. ഗാന്ധിനഗർ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. ആചാര്യ ദേവവ്രത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഗുജറാത്ത് ഗവർണറാണ്. ഗുജറാത്ത് രൂപീകൃതമായത് എന്ന്? 1960 മെയ് 1. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഹരിയാനയുടെ ക്യാപിറ്റൽ ഏത്? ചണ്ഡീഗഡ്. ഹരിയാന രൂപീകൃതമായതെന്ന്? 1966 നവംബർ 1 ബന്ധാരു ദത്താത്രേയ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഹരിയാന ഗവർണറാണ്. നൈബ് സിംഗ് സൈനി ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ്. അടുത്ത നോക്കാം, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. സുഖ്വീന്ദർ സിംഗ് സുഖുവാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി. 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത്. ഷിംല, ധർമ്മശാല എന്നീ ക്യാപിറ്റലുകളാണ് ഹിമാചൽ പ്രദേശിനുള്ളത്. സമ്മർ ക്യാപിറ്റലാണ് ഷിംല, വിന്റർ ക്യാപിറ്റൽ ഏതാണ്? ധർമ്മശാല. ശിവപ്രതാപ് ശുക്ലയാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണർ. ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശ് ഗവർണറാണ്. അപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയാണ്. 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത്. ഷിംല, ധർമ്മശാല ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ്. ശിവപ്രതാപ് ശുക്ലയാണ് ഗവർണർ. അടുത്ത ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ്. ജാർഖണ്ഡ് ക്യാപിറ്റൽ റാഞ്ചി. 2000 നവംബർ 15 രൂപീകൃതമായി. 2000 നവംബർ 15 രൂപീകൃതമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. CP രാധാകൃഷ്ണൻ ഗവർണറാണ്. അപ്പോൾ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ഏത് സംസ്ഥാനത്തിന്റേതാണ്? ജാർഖണ്ഡിന്റേതാണ്. ജാർഖണ്ഡ് രൂപീകൃതമായത് 2000 നവംബർ 15 ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. ഗവർണർ CP രാധാകൃഷ്ണനാണ്. കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. കർണാടക മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യാണ്. കർണാടക രൂപീകൃതമായത് 1956 നവംബർ 1 കർണാടക രൂപീകൃതമായത്. കർണാടകയുടെ ക്യാപിറ്റലാണ് ബംഗളൂരു. കർണാടകയുടെ ക്യാപിറ്റൽ ഏതാണ്? ബംഗളൂരു. കർണാടക ഗവർണറാണ് തവർചന്ദ് ഗെലോട്ട്. കർണാടക ഗവർണർ ആരാണ്? തവർചന്ദ് ഗെലോട്ട് ആണ് കർണാടകയുടെ ഗവർണർ. അപ്പോൾ കർണാടക രൂപീകൃതമായതെന്നാണ്? 1956 നവംബർ 1 കർണാടക രൂപീകൃതമായി. ബംഗളൂരു ആണ് കർണാടകയുടെ തലസ്ഥാനം. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി. തവർചന്ദ് ഗെലോട്ട് ഗവർണർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 1956 നവംബർ 1 കേരളം രൂപീകൃതമായി. തിരുവനന്തപുരമാണ് തലസ്ഥാനം. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? കേരളത്തിന്റെ ഗവർണറാണ്. കേരളം രൂപീകൃതമായത് 1956 നവംബർ 1 തിരുവനന്തപുരമാണ് തലസ്ഥാനം. മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഭോപ്പാലാണ്. മധ്യപ്രദേശ് ഗവർണർ മംഗുഭായി സി പട്ടേലാണ്. മംഗുഭായി സി പട്ടേലാണ് മധ്യപ്രദേശിന്റെ ഗവർണർ. 1956 നവംബർ 1 മധ്യപ്രദേശ് രൂപീകൃതമായി. മധ്യപ്രദേശ് രൂപീകൃതമായതെന്നാണ്? 1956 നവംബർ 1 മധ്യപ്രദേശ് രൂപീകൃതമായത്. മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവ് ആണ്. 1956 നവംബർ 1 രൂപീകൃതമായ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ക്യാപിറ്റൽ ഭോപ്പാലാണ്. മംഗുഭായി സി പട്ടേലാണ് ഗവർണർ. മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി.
മഹാരാഷ്ട്ര രൂപീകൃതമായത് 1960 മെയ് 1-നാണ് മഹാരാഷ്ട്ര രൂപീകൃതമായത്. ക്യാപിറ്റൽ മുംബൈ ആണ്. ഗവർണർ രമേശ് ബൈസ് ആണ് മഹാരാഷ്ട്ര ഗവർണർ. ഏകനാഥ് സിംഗ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ്. 1960 മെയ് 1-ന് മഹാരാഷ്ട്ര രൂപീകൃതമായി. ക്യാപിറ്റൽ മുംബൈ ആണ്. രമേശ് ബൈസ് ആണ് ഗവർണർ. ഏകനാഥ് സിംഗ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. എൻ ബീരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രിയാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി ആരാണ്? എൻ ബീരൻ സിംഗ് ആണ്. 1972 ജനുവരി 21-നാണ് മണിപ്പൂർ രൂപീകൃതമായത്. മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. മണിപ്പൂർ ക്യാപിറ്റൽ ഏതാണ്? ഇംഫാൽ ആണ്. അനുസൂയ യുഗേയാണ് മണിപ്പൂരിന്റെ ഗവർണർ. മണിപ്പൂർ ഗവർണർ ആരാണ്? അനുസൂയ യുഗേയാണ് മണിപ്പൂരിന്റെ ഗവർണർ. അപ്പോൾ മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. 1972 ജനുവരി 21-ന് രൂപീകൃതമായ സംസ്ഥാനമാണ്. എൻ ബീരൻ സിംഗ് മുഖ്യമന്ത്രിയാണ്. അനുസൂയ യുഗേയാണ് മണിപ്പൂരിന്റെ ഗവർണർ. മേഘാലയ രൂപീകൃതമായത് 1972 ജനുവരി 21-നാണ്. 1972 ജനുവരി 21-നാണ് മേഘാലയ രൂപീകൃതമായത്. മേഘാലയയുടെ ക്യാപിറ്റൽ ഏതാണ്? ഷില്ലോങ് ആണ്. മേഘാലയ ഗവർണറാണ് ഫാഗു ചൗഹാൻ. മേഘാലയ ഗവർണർ ആരാണ്? ഫാഗു ചൗഹാനാണ് മേഘാലയ ഗവർണർ. മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ. കോൺറാഡ് സാഗ്മയാണ് മേഘാലയ മുഖ്യമന്ത്രി. മിസോറാം. മിസോറാമിന്റെ ക്യാപിറ്റലാണ് ഐസ്വാൾ. മിസോറാമിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഐസ്വാൾ ആണ്. ഹരി ബാംബു കമ്പതിയാണ് മിസോറാം ഗവർണർ. മിസോറാം ഗവർണർ ആരാണ്? ഹരി ബാംബു കമ്പംപതിയാണ് മിസോറാമിന്റെ ഗവർണർ. ലാൽദു ഹോമ മിസോറാമിന്റെ മുഖ്യമന്ത്രിയാണ്. 1987 ഫെബ്രുവരി 20-ന് രൂപീകൃതമായ സംസ്ഥാനമാണ് മിസോറാം. അപ്പോൾ മിസോറാം രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20-നാണ്. മിസോറാമിന്റെ ക്യാപിറ്റലാണ് ഐസ്വാൾ. ഹരി ബാംബു കമ്പംപതിയാണ് മിസോറാം ഗവർണർ. ലാൽദു ഹോമ മുഖ്യമന്ത്രിയാണ്. എൽ ഗണേശനാണ് നാഗാലാൻഡിന്റെ ഗവർണർ. നാഗാലാൻഡ് ഗവർണർ ആരാണ്? എൽ ഗണേശനാണ് നാഗാലാൻഡ് ഗവർണർ. കൊഹിമ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? കൊഹിമ നാഗാലാൻഡിന്റെ ക്യാപിറ്റലാണ്. 1963 ഡിസംബർ 1-ന് രൂപീകൃതമായ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നെയ്ഫിയു റിയോ ആണ് നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി. നാഗാലാൻഡ് മുഖ്യമന്ത്രി ആരാണ്? നെയ്ഫിയു റിയോ. നെയ്ഫിയു റിയോയാണ് നാഗാലാൻഡ് മുഖ്യമന്ത്രി. ഭുവനേശ്വർ ഒഡീഷയുടെ ക്യാപിറ്റൽ. ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാണ്? ഭുവനേശ്വർ. 1936 ഏപ്രിൽ 1-ന് രൂപീകൃതമായ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി. ഒഡീഷ ഗവർണർ രഘുബർ ദാസ്. അപ്പോൾ ഒറീസയുടെ ഗവർണർ ആരാണ്? രഘുബർ ദാസ് ആണ്. ഒറീസയുടെ ക്യാപിറ്റൽ ഏത്? ഭുവനേശ്വർ. ഒഡീസ രൂപീകൃതമായത് 1936 ഏപ്രിൽ 1-നാണ്. മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജി. ഇത്രയും നോക്കാം. ശിവപ്രതാപ് ശുക്ല ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഹിമാചൽ പ്രദേശിന്റെ ഗവർണറാണ്. 1971 ജനുവരി 25-ന് രൂപീകൃതമായ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. സുഖ്വീന്ദർ സിംഗ് സുഖു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംല. 2000 നവംബർ 15-ന് രൂപീകൃതമായ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആര്? ഹേമന്ത് സോറൻ. റാഞ്ചി ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ഗവർണർ CP രാധാകൃഷ്ണൻ. 1956 നവംബർ 1-ന് രൂപീകൃതമായ സംസ്ഥാനമാണ് കർണാടക. കർണാടക ഗവർണർ ആരാണ്? തവർചന്ദ് ഗെലോട്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടകയുടെ ക്യാപിറ്റൽ ഏതാണ്? ബാംഗ്ലൂർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരളം രൂപീകൃതമായതെന്ന് 1956 നവംബർ 1. കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരം. മധ്യപ്രദേശിന്റെ ഗവർണർ ആരാണ്?
മംഗുഭായി സി പട്ടേൽ. മധ്യപ്രദേശ് രൂപീകൃതമായത് 1956 നവംബർ 1. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഭോപ്പാലാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആര്? മോഹൻ യാദവ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് സിംഗ്. മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബൈസ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ. 1960 മെയ് 1 രൂപീകൃതമായി. മണിപ്പൂരിന്റെ ഗവർണർ ആരാണ്? അനുസൂയ യുകെ. മണിപ്പൂർ ക്യാപിറ്റൽ ഇംഫാലാണ്. എൻ ബീരേൻ സിംഗ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയാണ് എൻ ബീരേൻ സിംഗ്. മേഘാലയ ഗവർണർ ഫാഗു ചൌഹാൻ. മേഘാലയയുടെ ക്യാപിറ്റൽ ഏത്? ഷില്ലോങ്. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ. 1972 ജനുവരി 21 രൂപീകൃതമായി. മിസോറാമിന്റെ ക്യാപിറ്റൽ ഐസ്വാൾ. മിസോറാമിലെ ഗവർണർ ഹരി ബാംബു കമ്പംപതി. മിസോറാം രൂപീകൃതമായതെന്ന് 1987 ഫെബ്രുവരി 20. മിസോറാമിന്റെ മുഖ്യമന്ത്രി ആരാണ്? ലാൽദു ഹോമ. എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? നാഗാലാൻഡ് ഗവർണറാണ് എൽ ഗണേശൻ. നാഗാലാൻഡ് രൂപീകൃതമായതെന്നാണ്? 1963 ഡിസംബർ 1. നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫിയു റിയോ. നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? കൊഹിമ. ഒഡീഷയുടെ ക്യാപിറ്റൽ ഏത്? ഭുവനേശ്വർ. ഒഡീഷ രൂപീകൃതമായതെന്ന്? 1936 ഏപ്രിൽ 1. ഒഡീഷ ഗവർണർ രഘുബർ ദാസ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി ആര്? മോഹൻ ചരൺ മാജി. അടുത്ത പഞ്ചാബ് ആണ്. പഞ്ചാബ് രൂപീകൃതമായത് 1956 നവംബറിലാണ്. പഞ്ചാബിന്റെ ഗവർണർ ബൻവരിലാൽ പുരോഹിത്. പഞ്ചാബ് ഗവർണർ ആരാണ്? ബൻവരിലാൽ പുരോഹിത് ആണ്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. പഞ്ചാബ് തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ ഏതാണ്? ചണ്ഡീഗഡ്. അപ്പോൾ പഞ്ചാബ് രൂപീകൃതമായത് 1956 നവംബറിലാണ്. പഞ്ചാബിന്റെ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഭഗവന്ത് മാനാണ്. പഞ്ചാബിന്റെ ഗവർണർ ആര്? ബൻവരിലാൽ പുരോഹിത്. അടുത്തത് രാജസ്ഥാനാണ്. രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ജയ്പൂർ. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ഏത്? ജയ്പൂർ. 1949 മാർച്ച് 30 രൂപീകൃതമായ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആര്? ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി. രാജസ്ഥാന്റെ ഗവർണർ ആരാണ്? കൽരാജ് മിശ്രയാണ് രാജസ്ഥാൻ ഗവർണർ. അപ്പോൾ കൽരാജ് മിശ്ര ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? രാജസ്ഥാൻ ഗവർണറാണ്. ഭജൻലാൽ ശർമ്മ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ഏത്? ജയ്പൂർ. 1949 മാർച്ച് 30 രൂപീകൃതമായി. സിക്കിമിന്റെ മുഖ്യമന്ത്രിയാണ് പ്രേംസിംഗ് തമാങ്. പ്രേംസിംഗ് തമാങ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? സിക്കിമിന്റെ. 1975 മെയ് 16 സിക്കിം രൂപീകൃതമായത്. സിക്കിമിന്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോക്ക്. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് സിക്കിം ഗവർണർ. സിക്കിം ഗവർണർ ആരാണ്? ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് സിക്കിമിന്റെ ഗവർണർ. 1975 മെയ് 16 രൂപീകൃതമായ സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിന്റെ ക്യാപിറ്റലാണ് ഗാംഗ്ടോക്ക്. പ്രേംസിംഗ് തമാങ് ആണ് മുഖ്യമന്ത്രി. ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ് ഗവർണർ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ്? എം കെ സ്റ്റാലിൻ ആണ്. എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി. 1956 നവംബർ 1 തമിഴ്നാട് രൂപീകൃതമായത്. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ഏതാണ്? ചെന്നൈയാണ് തമിഴ്നാടിന്റെ ക്യാപിറ്റൽ. RN രവിയാണ് തമിഴ്നാടിന്റെ ഗവർണർ. അപ്പോൾ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. 1956 നവംബർ 1 തമിഴ്നാട് രൂപീകൃതമായത്. ചെന്നൈയാണ് തലസ്ഥാനം. RN രവി ഗവർണറാണ്. തെലങ്കാന ഗവർണർ ആരാണ്? CP രാധാകൃഷ്ണനാണ് തെലങ്കാനയുടെ ഗവർണർ. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഏത്? ഹൈദരാബാദ് ആണ് തെലങ്കാനയുടെ ക്യാപിറ്റൽ. തെലങ്കാന രൂപീകൃതമായത് 2014 ജൂൺ 2 രൂപീകൃതമായ സംസ്ഥാനമാണ് തെലങ്കാന. രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാന മുഖ്യമന്ത്രി. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി ആര്? രേവന്ത് റെഡ്ഡി. രൂപീകൃതമായതെന്ന് 2014 ജൂൺ 2. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഏത്? ഹൈദരാബാദ്. തെലങ്കാനയുടെ ഗവർണർ CP രാധാകൃഷ്ണൻ. ത്രിപുര. ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണ്? ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല. ത്രിപുരയുടെ തലസ്ഥാനം ഏത്? അഗർത്തല. 1972 ജനുവരി 2 രൂപീകൃതമായ സംസ്ഥാനമാണ് ത്രിപുര.
ത്രിപുരയുടെ ഗവർണറാണ് ഇന്ദ്രസേന റെഡ്ഡി നല്ലു. ഇന്ദ്രസേന റെഡ്ഡി നല്ലു ത്രിപുരയുടെ ഗവർണറാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രിയാണ് മണിക് സാഹ. ത്രിപുര മുഖ്യമന്ത്രി ആരാണ്? മണിക് സാഹയാണ്. അപ്പോൾ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ 1972 ജനുവരി 2 രൂപീകൃതമായ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല. ത്രിപുരയുടെ ഗവർണർ ആരാണ്? ഇന്ദ്രസേന റെഡ്ഡി നല്ലു. ഉത്തർപ്രദേശിന്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്നൌ. 1950 ജനുവരി 24 രൂപീകൃതമായി. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി. അപ്പോൾ ഉത്തർപ്രദേശ് രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 24 രൂപീകൃതമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. തലസ്ഥാനം ലക്നൌ ആണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. ഉത്തരാഖണ്ഡ് ഗവർണറാണ് ഗുർമിത് സിംഗ്. ഗുർമിത് സിംഗ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഉത്തരാഖണ്ഡിന്റെ ഗവർണറാണ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് തലസ്ഥാനമാണ്. 2000 നവംബർ 9 രൂപീകൃതമായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമി. 2000 നവംബർ 9 രൂപീകൃതമായി. ക്യാപിറ്റൽ ഡെറാഡൂൺ. ഗുർമിത് സിംഗ് ആണ് ഗവർണർ. പശ്ചിമ ബംഗാളിന്റെ ക്യാപിറ്റൽ ഏതാണ്? കൊൽക്കട്ട. പശ്ചിമ ബംഗാൾ രൂപീകൃതമായതെന്ന് 1956 നവംബർ 1. മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. CV ആനന്ദ ബോസ് ഗവർണർ. അപ്പോൾ 1956 നവംബർ 1 രൂപീകൃതമായ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ ക്യാപിറ്റൽ ഏതാണ്? കൊൽക്കട്ടയാണ്. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി. പശ്ചിമ ബംഗാൾ ഗവർണർ ആരാണ്? CV ആനന്ദ ബോസ് ആണ്. നോക്കിയേ, 2ാം തവണയും സിക്കിമിന്റെ മുഖ്യമന്ത്രിയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രേം സിംഗ് തമാങ്. അപ്പോൾ സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ്? പ്രേം സിംഗ് തമാങ്. മേഘാലയ മുഖ്യമന്ത്രി ആര്? മേഘാലയ മുഖ്യമന്ത്രി കൊണാഡ് സാഗ്മ. ആരാണ്? കൊണാഡ് സാഗ്മ. ഉത്തർപ്രദേശിന്റെ ഗവർണർ. ഉത്തർപ്രദേശ് ഗവർണർ ആരാണ്? ആനന്ദിബെൻ പട്ടേലാണ് ഉത്തർപ്രദേശ് ഗവർണർ. ഒഡീഷ മുഖ്യമന്ത്രി. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയാണ്. ഓപ്ഷൻ സി ആണ്, മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി. കൽരാജ് മിശ്ര ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? രാജസ്ഥാന്റെ ഗവർണറാണ് കൽരാജ് മിശ്ര. ഭഗവന്ത് മാൻ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? പഞ്ചാബ് മുഖ്യമന്ത്രിയാണ്. കൊഹിമ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ്. ഹരിബാബു കമ്പംപതി ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? മിസോറാം ഗവർണറാണ്. മേഘാലയ ഗവർണർ ആര്? ഫാഗു ചൗഹാൻ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. മഹാരാഷ്ട്ര രൂപീകൃതമായത് എന്ന്? 1960 മെയ് 1. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആര്? മോഹൻ യാദവ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കർണാടകയുടെ ഗവർണർ തവർചന്ദ് ഗെലോട്ട്. ജാർഖണ്ഡ് രൂപീകൃതമായത് എന്നാണ്? 2000 നവംബർ 15. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. ബന്ധാരു ദത്താത്രേയ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഹരിയാന ഗവർണറാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ. ഗോവയുടെ ക്യാപിറ്റൽ പനാജി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാർ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. ഗുലാബ് ചന്ദ് കടാരിയ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ആസാം ഗവർണറാണ്. ദിസ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? ആസാമിന്റെ ക്യാപിറ്റലാണ്. അരുണാചൽ പ്രദേശിന്റെ ഗവർണർ ആരാണ്? കൈവല്യ ത്രിവിക്രം പർനായിക്കാണ്. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാണ്? അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ്. ആന്ധ്രാപ്രദേശ് രൂപീകൃതമായതെന്ന്? 1956 നവംബർ 1. ഛത്തീസ്ഗഡ് രൂപീകൃതമായതെന്ന്? 2000 നവംബർ 1. ബിശ്വഭൂഷൺ ഹരിചന്ദൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? ഛത്തീസ്ഗഡിന്റെ ഗവർണറാണ്. പുതുതായിട്ട് മുഖ്യമന്ത്രിമാര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം.
മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.